ഹായ് മക്കളെ, സൂപ്പർ കിങ്സ് ബാച്ച് 1.0 2.0 ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കുള്ള ഒരു സംശയമാണ്, സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത കുറേ പേരുണ്ട്, പക്ഷേ ആ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം എന്ന് കുറേ പേർക്ക് അറിയില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ സ്കൂളും എല്ലാം ഒരുമിച്ച് പോകുന്നതുകൊണ്ട് സ്കൂൾ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈവ് ക്ലാസ്സും കണ്ട് ഞാനിത് എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ പഠിക്കും എന്നുള്ളത് കുറേ പേർക്കൊക്കെ സംശയമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് എല്ലാ ദിവസവും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ സ്റ്റഡി റുട്ടീൻ ഒരു ഭാഗമാക്കിയാൽ മതി. അതായത് നിങ്ങൾ വീക്ക്ലി ഒരു വൺസ് ഓർ ട്വൈസ് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒന്ന് ഉറപ്പുവരുത്തിയാൽ മതി. കാരണം നിങ്ങൾക്കിപ്പം സ്കൂളിലെ വർക്കൊക്കെ കുറേ കാണും, പിന്നെ ലൈവ് ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ പേൾ വീഡിയോസ് കാണാനുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പിന്നെ ആപ്പിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഡെയിലി നോക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ NCERT അതായത് നമ്മുടെ നീറ്റ് സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും ഇപ്പം നോക്കുക, ഇപ്പോൾ ബയോളജിയുടെ പാർട്ട് A ആയിട്ടുള്ള ബുക്കാണിത്. അതേപോലെ തന്നെ കണ്ടോ പാർട്ട് B കൊടുത്തിട്ടുണ്ട്, ക്ലാസ് 12th ബയോളജിയുടെ. അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാകും. അപ്പോൾ പാർട്ട് Aയിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് ആദ്യം തന്നെ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ചാപ്റ്റർ ലിസ്റ്റാണ്. കോണ്ടൻസ് കാണാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ, മോളിക്കുലർ ബേസിസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, നിങ്ങളുടെ ക്ലാസ് 12th ചാപ്റ്റേഴ്സ് നമുക്ക് കാണാം. പിന്നെ മൈക്രോബ്സ്, ഓർഗാനിസംസ്, ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി. അവിടെ നമ്മൾ കാണുമ്പോൾ വി ക്യാൻ സീ ദ 3P പ്രോഗ്രസർ, ദാറ്റ് ഈസ് യുവർ പ്ലാനർ. നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ഓരോ ചാപ്റ്റർ നമ്മൾ എങ്ങനെ ആണ് പ്രോഗ്രസ് ചെയ്ത് പോകുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾ വീക്ക്ലി എത്ര സമയത്താണ് ഈ ചാപ്റ്റർ പിന്നെ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ കണ്ടോ ഇവിടെ പ്രോഗ്രസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. വളരെ ഭംഗിയായിട്ട് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചാപ്റ്ററിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, സോൾഡ് എക്സാമ്പിൾസ്, ബോർഡ് ലെവൽ, ടോപ്പിക് വൈസ്, ലേണിംഗ് പ്ലസ്, മൾട്ടി കോൺസെപ്റ്റ്, PYQs. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് എക്സസൈസസ് ഈ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുണ്ട്. അതിൽ നിങ്ങൾ ഓരോന്ന് സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. ലൈക്ക് എ ടാസ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഏത് ഡേറ്റിലാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, പിന്നെ PYQs നിങ്ങൾ എത്രണ്ണം സോൾവ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത്, റീവിഷൻ എപ്പോഴാണ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ സ്റ്റഡി പ്ലാൻ ഈ ബുക്കിൽ തന്നെ എഴുതി വെക്കാം. വേറെ ഒരു പ്ലാനും ഉണ്ടാക്കേണ്ട ആവശ്യം, ഡയറിയിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ട്രെൻഡ് അനാലിസിസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ പിന്നെ നീറ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു റേഞ്ച്, കൂടുതൽ ചാപ്റ്റർ ചോദ്യങ്ങൾ വന്ന വർഷത്തിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോക്കുകയാണെങ്കിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസിലാണ് ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10-12 വർഷമായിട്ട്. അപ്പം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുമ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വിത്ത് ഡയഗ്രാംസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് എപ്പോഴാണ് പഠിക്കുക? നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ലൈവ് ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഡെയിലി പ്രാക്ടീസിനായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓവറോൾ ഇങ്ങനെ ഓടിച്ച് നോക്കാം. ഇനി അതല്ലെങ്കിൽ അത് ഫുള്ള് വായിക്കാനുള്ള സമയം നിങ്ങൾക്കില്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം വായിക്കാം. അതുമല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ എൻഡിൽ കണ്ടോ ഷോർട്ട് നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓവറോൾ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ഒന്ന് നോക്കി പോവാം. അതിനുശേഷം NCERTയിലെ സോൾഡ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ദ ക്വസ്റ്റ്യൻ ഇസ് ഗിവൻ ആൻഡ് ദ സൊല്യൂഷൻ ഇസ് ഓൾസോ ഗിവൻ. നിങ്ങൾക്ക് അത് ആദ്യം നോക്കി വായിച്ച് പഠിച്ചു പോവാം. പിന്നെ നിങ്ങൾക്ക് സ്കൂളിലെ എക്സാംസ് വരുമ്പോഴാണെങ്കിലും ഇതേ മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ സ്കൂളിൽ എക്സാംസ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബോർഡ് ലെവൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്, അത് നോക്കാം. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, അസേർഷൻ റീസൺ ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, അതായത് 3 മാർക്സ് 5 മാർക്സ് 10 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പം ഓണം എക്സാം വരാൻ പോവാണ്. അപ്പോൾ ഓണം എക്സാമിന് മുമ്പ് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പം ബോർഡ് എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഇതിലൊന്നും സോൾഡ് എക്സാംസിന് മാത്രമേ സൊല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, സോൾഡ് എക്സാംസിൻ്റെ മാത്രം. ബാക്കിയെല്ലാം ബോർഡ് ലെവൽ പ്രോബ്ലംസ് ആട്ടെ. അതിനുശേഷം നമ്മൾ ടോപ്പിക് വൈസ് എക്സസൈസിലേക്ക് കിടക്കും, പ്രാരംഭ്. ഓക്കെ,
അതിൽ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നീറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു എക്സസൈസിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഫുൾ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സസൈസിൽ തന്നെ 148 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് അത് നമ്മൾ ഫസ്റ്റ് എക്സസൈസ് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ലേണിംഗ് പ്ലസ് എക്സസൈസ് 2ലേക്ക് പോകും, ലേണിംഗ് പ്ലസിലേക്ക് പോകും. ലേണിംഗ് പ്ലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് തന്നെ ഒരു 35 to 40 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാകും. പിന്നെ നേരെ മൾട്ടി കോൺസെപ്റ്റിലേക്ക് പോവാണ്. അതായത് നീറ്റിൽ വെറൈറ്റീസ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്കിവിടെ കാണുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ്, പിന്നെ മാച്ച് ദ ഫോളോയിങ്, അസേർഷൻ, റീസൺ, അതൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന 4ാമത്തെ എക്സസൈസ് ആണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള PYQs. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ദാ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുശേഷം 4 എക്സസൈസ് നമ്മൾ നോക്കി ലാസ്റ്റ് വരുമ്പോഴേക്കും അപ്പം മക്കൾക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. നിങ്ങളിപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 പഠിക്കുകയാണ്. പാർട്ട് 1 പഠിച്ചതിന് ശേഷം അന്നത്തെ ദിവസം നിങ്ങൾ എക്സസൈസ് 1 നോക്കാം, ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് എക്സസൈസ് 1 മാത്രം സോൾവ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ കീ ഉടനെ നോക്കരുത്. ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബുക്ക് ഉണ്ട്, അതായത് സൊല്യൂഷൻസ് ബുക്ക്. ഇപ്പം പാർട്ട് എൻ്റെയും ബിൻ്റെയും സൊല്യൂഷൻസ്, ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് ഡീറ്റെയിൽ സൊല്യൂഷൻ നമ്മുടെ സൊല്യൂഷൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കിട്ടിയില്ല, കീ കണ്ടു പക്ഷേ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബോട്ടണിക്കും സുവോളജിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് സൊല്യൂഷൻസ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഫസ്റ്റത്തെ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പം ആഴ്ചയിൽ നിങ്ങൾക്ക് ആ ആഴ്ച മുഴുവൻ പഠിച്ച ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ബോട്ടണിയിൽ ആ ആഴ്ച മുഴുവൻ പഠിച്ച ടോപ്പിക്സ് നിങ്ങൾക്ക് വീക്കെൻഡിൽ ഓവറോൾ ആയിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് മുഴുവൻ നോക്കുക, ഷോർട്ട് നോട്ട്സ് നോക്കുക, ഓരോ എക്സസൈസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീക്കെൻഡിൽ സാറ്റർഡേ ഓർ സൺഡേ ഒരു 2 hours നിങ്ങൾക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് എക്സസൈസസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. കാരണം പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മാത്രം പോരാ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് നമ്മുടെ മൈൻഡ് മാപ്സിലേക്കാണ്. മൈൻഡ് മാപ്സ് ഓൾസോ സൈലം സ്പെഷ്യലായിട്ട് നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ്. മൈൻഡ് മാപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം എസ്പെഷ്യലി ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയൊക്കെ ഒരുപാട് ഇക്വേഷൻസും ഡെറൈവേഷൻസും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ കണ്ടോ, ഒരൊറ്റ സിംഗിൾ പേജിൽ നിങ്ങൾക്ക് ഫുൾ സംഭവം കാണാം. ഇതിപ്പം ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിംഗിൾ കോമ്പോണൻറ്റ് സർക്യൂട്ട്സ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളും ഗ്രാഫ്സും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ഇതാ ഇവിടെ ഒരൊറ്റ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് FATs വരുന്നുണ്ട്, GIBs വരുന്നുണ്ട്, അതായത് നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള മൊഡ്യൂൾ എക്സാംസ് ഉണ്ട്. ഓരോ എക്സാമിനും നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ മൈൻഡ് മാപ്സ് യൂസ് ചെയ്തിട്ട് ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് നോക്കി പോവാം. പിന്നെ സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ ഇപ്പോൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് പറയായിരുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻ ബുക്ക് വെക്കണം, കുറച്ച് ഇക്വേഷൻ ഷീറ്റ്സ് വെക്കണം, ഫോർമുല ഷീറ്റ്സ് വെക്കണം, എല്ലാം എഴുതി വെക്കണം. കാരണം ഫൈനൽ റിവിഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷേ നമ്മുടെ സൈലത്തിൻ്റെ മൈൻഡ് മാപ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് എവിടെയും നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ സ്കൂളിലെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ഓൾ ഇൻ വൺ ആണ്. ഇപ്പോൾ റേ ഓപ്റ്റിക്സിലെ നോക്കിക്കേ, എത്രയോ ഇക്വേഷൻസും ഡെറൈവേഷൻസുമാണ് നിങ്ങൾക്ക് ഒരൊറ്റ പേജിൽ കിട്ടുന്നത്. അപ്പം അത് മൈൻഡ് മാപ്സ് നിങ്ങളുടെ റിവിഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ബയോളജിയിലേക്ക് വരുമ്പോഴേക്കും ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് നോക്കണം. ഒരു ഫൈനൽ റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ഈ മൈൻഡ് മാപ്സിനെ വെക്കാം. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ റെഗുലർ സ്റ്റഡിക്കും റിവിഷനും വേണ്ടി ഹെൽപ്പ് ചെയ്യാം, നിങ്ങളുടെ വീക്ക്ലി റിവിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. പക്ഷേ മൈൻഡ് മാപ്സ് എക്സാം ടൈമിൽ ഉള്ള നിങ്ങളുടെ ഫൈനൽ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ നിങ്ങൾ ഓൺലൈൻ മക്കളായതുകൊണ്ട് നിങ്ങൾ GIBs മാക്സിമം എഴുതാൻ നോക്കണം. നീറ്റ് പാറ്റേണിലുള്ള ഓഫ്ലൈൻ എക്സാംസ് ആണ് നമ്മുടെ GIB എക്സാംസ്, മോക്ക് എക്സാം എഴുതാൻ നോക്കണം. അതേപോലെ തന്നെ പറ്റുന്നത്രയും GIBs ആദ്യമേ എഴുതി പോവുക. എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പറ്റുന്ന പോലെ എക്സാമിൻ്റെ പാറ്റേൺ അറിയാനും പിന്നെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ അറിയാനും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾ റെഗുലർ ആയിട്ട് നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള AI ഗുരു യൂസ് ചെയ്യുക, ഇൻഫിനിറ്റി പ്രാക്ടീസ് യൂസ് ചെയ്യുക, AI ഗുരുവിനോട് ഡൗട്ട്സ് ഒക്കെ റെഗുലർ ആയിട്ട് ചോദിക്കുക. അങ്ങനെ നല്ല ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ബാച്ചിനെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ്
ചെയ്യുക. അപ്പോൾ ഐ ഹോപ്പ് സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് ഇനി സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ യൂസ് ചെയ്യുക, ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് സ്കൂളിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സ്കൂൾ എക്സാംസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡെയിലി ബേസിസിൽ മെറ്റീരിയൽ നോക്കി പോവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞത്. വീക്കെൻഡിൽ ഒരു 2 hours ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ആഴ്ചയിൽ പഠിച്ചതൊക്കെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് എക്സസൈസസ് നോക്കുക. 4 എക്സസൈസസും ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സാം എഴുതുന്നത് പോലെ ഒരു ടൈമർ വെച്ചിട്ട് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യും. ഇപ്പോൾ 1 hour ടൈമർ വെക്കുക. എന്നിട്ട് ആൻസർ കീ നോക്കാതെ സോൾവ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ടെസ്റ്റും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് എന്തുകൊണ്ട് തെറ്റി, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും അത് മനസ്സിലാക്കാനും നിങ്ങളെ അത് സൊല്യൂഷൻസ് ബുക്ക് ഹെൽപ്പ് ചെയ്യും. സൊല്യൂഷനിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനും ആൻസറും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ യൂസ് ചെയ്ത് എഫക്റ്റീവായിട്ട് പഠിക്കുക. I hope this was helpful. Good luck.